നബിവാക്യം. എൻ്റെയും എനിക്ക് മുമ്പുള്ള മറ്റ് പ്രവാചകന്മാരുടെയും ഉപമ ഇതാണ്. ഒരാൾ ഒരു ഭംഗിയേറിയ വീട് നിർമ്മിച്ചു. പക്ഷേ അതിൻ്റെ ഒരു മൂലയിൽ ഒരു ഇഷ്ടികയ്ക്കുള്ള സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. ജനങ്ങൾ ആ വീടൊക്കെ ചുറ്റിക്കണ്ടു. ആ വിടവ് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഒരു ഇഷ്ടിക കൂടി അവിടെ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാനാണ് ആ ഇഷ്ടിക. ആ ഇഷ്ടികയുടെ സ്ഥാനമാണ് പ്രവാചക ശൃംഖലയിൽ എനിക്കുള്ളത്. ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. പ്രവാചകന്മാർ ജനങ്ങൾക്ക് ദൈവീ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. അതോടൊപ്പം അവരെ പിന്തുടരുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കലും അവരുടെ സന്ദേശങ്ങൾ തിരസ്കരിക്കുന്നവർക്ക് ദൈവീ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകലുമാണ് പ്രവാചകന്മാരുടെ ദൗത്യം. എല്ലാ നാടുകളിലേക്കും സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ജനതക്കും പ്രവാചകന്മാരുടെ സന്ദേശം ലഭിക്കാതെ പോയിട്ടില്ലെന്നാണ് ഖുർആനിൽ പറയുന്നത്. പ്രവാചകന്മാരെല്ലാം മനുഷ്യർ തന്നെയായിരുന്നു. മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പലരും അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും തയ്യാറായില്ല. എങ്ങനെ ഒരു മനുഷ്യൻ പ്രവാചകനാകും? അവരും നമ്മെപ്പോലെയുള്ളവർ തന്നെയാണല്ലോ. എന്തുകൊണ്ട് മലക്കുകളെ അല്ലെങ്കിൽ മാലാഖമാരെ പ്രവാചകനാക്കിയില്ല എന്നൊക്കെയാണ് ജനം ചോദിച്ചത്. മനുഷ്യർക്ക് മാർഗദർശനം നൽകാനായി മനുഷ്യരിൽ നിന്ന് തന്നെ ദൂതന്മാരെ തിരഞ്ഞെടുക്കലാണ് ദൈവിക രീതി. മലക്കുകളോ ജിന്നുകളോ ആ ദൗത്യം നിർവഹിക്കാൻ യോഗ്യരല്ല. ദൈവം നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരിലും വിശ്വസിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. പ്രവാചകന്മാരിൽ ചിലരെ പുകഴ്ത്തുകയും ചിലരെ അംഗീകരിക്കുകയും ചിലരെ എഴുത്തുകയും ചെയ്യുക എന്നുള്ളത് പിഴച്ചുപോയവരുടെ രീതിയാണ്. സത്യവിശ്വാസികൾ മുഴുവൻ പ്രവാചകന്മാരിലും വേർതിരിവില്ലാതെ വിശ്വസിക്കേണ്ടവരാണ്. നബിയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, അദ്ദേഹം ജനങ്ങളോട് സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുന്നു. നല്ല വസ്തുക്കൾ ജനങ്ങൾക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു.